ഡിയേഴ്സ്, വെൽക്കം ടു ആർക്കെ നാക്സ്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അക്ഷരങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സർവനാം, അല്ലെ? അപ്പൊ സർവനാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോനൗൺസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എക്സാമിന് നിങ്ങൾ എല്ലാ ക്ലാസ്സിലും കണ്ടിട്ടുണ്ട്, നിങ്ങൾ 8th-ലും 9th-ലും ഒക്കെ, ഇനി 10th-ലും വരുന്ന ഒരു ഭാഗം തന്നെയാണ് സർവനാമം. ഇത് നമ്മൾ പഠിക്കുന്നത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നേടാൻ വേണ്ടി മാത്രമല്ല. നമ്മൾ ഇത് പഠിക്കുന്നത് നമുക്ക് ഹിന്ദി നമുക്ക് സംസാരിക്കാനും നമുക്ക് എഴുതാനും എല്ലാത്തിനും നമുക്ക് അറിയണമെങ്കിൽ, ഒരാളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ, അല്ലെങ്കിൽ ഓൺ വേർഡ്സിൽ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് വേണം? നമുക്ക് സർവനാമം അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ സർവനാമം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് വായിച്ചു പറഞ്ഞു തരാം. ओके, अब सर्वनाम का अर्थ है सर्व प्लस नाम. कहो सर्व प्लस नाम अर्थात सभी नामों के स्थान पर प्रयुक्त होने वाले शब्द. എല്ലാ പേരുകൾക്കും പകരം നമ്മൾ പ്രയോഗിക്കുന്ന പദം, അതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സർവനാം എന്ന് പറയുന്നത്. നമ്മൾ പേരിന് പകരമായിട്ട് നമ്മൾ എന്തൊക്കെ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്? എന്തൊക്കെ പറയും? യെസ്, അവൻ, അവൾ എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? എന്റെ. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ പറയില്ലേ, എങ്ങനെ ഇത് അമ്മൂന്റെ ആണ് എന്നൊക്കെ പറയും, അല്ലെ? ഇത് അമ്മൂന്റെ പേനയാണ്, ഇത് അമ്മൂന്റെ ആണെന്നൊക്കെ പറയും. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും കുട്ടികൾക്ക് അത് അറിയില്ല, എന്റെ എന്ന് പറയാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത് ഇപ്പോ അവന്റെ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾ അവന്റെ പേരെടുത്ത് പറയുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും. ഇപ്പൊ ഈ കുട്ടി സംസാരിക്കുന്ന പോലെ ഉണ്ടാകും. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് 1 മാർക്കിന്റെ ആൻസർ മാത്രമല്ല നമുക്ക് അവിടെ നഷ്ടം വരുന്നത്, മറ്റു ക്വസ്റ്റ്യൻ ആൻസറുകളിലും നമുക്ക് മിസ്റ്റേക്ക് വരുന്നു. കോൺവെർസേഷന്റെ സമയത്ത് നമുക്ക് തെറ്റുപറ്റുന്നു. നമ്മൾ അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ തെറ്റുപറ്റുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നാമങ്ങൾക്ക് പകരമായി പ്രയോഗിക്കുന്ന പദമാണ് സർവനാമം. അപ്പൊ എല്ലായിടത്തും ഇങ്ങനെ പേരെന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതും വളരെ ബോറാണ്. അതിന്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു ചെറിയൊരു കഥ പോലെ ഒരു പാരഗ്രാഫ് ആയിട്ട് നമുക്ക് വായിച്ചു നോക്കാം. അങ്കുർ ഏക് അച്ഛാ ഖിലാഡി ഹെ, അല്ലെ? അങ്കുർ എന്ന പറയുന്ന കുട്ടി നല്ലൊരു കളിക്കാരനാണ്. അങ്കുർ കെ പിതാജി ഏക് ശിക്ഷക് ഹെ, അവൻ നല്ലൊരു പ്ലെയർ ആണ്. അവന്റെ അച്ഛൻ എന്താണ്? നല്ല ഒരു അധ്യാപകനാണ്. നോക്കൂ, അവന്റെ അച്ഛൻ ഒരു അധ്യാപകനാണ്. പക്ഷെ ഇവിടെ അവൻ എന്നല്ല കൊടുത്തത്, പകരം അങ്കുർ കെ പിതാജി, അങ്കുറിന്റെ പിതാജി നല്ല ശിക്ഷകനാണ്. അങ്കുർ കി മാതാജി ഏക് നേഴ്സ് ഹെ, അങ്കുറിന്റെ അമ്മ ഒരു നേഴ്സ് ആണ്. അങ്കുർ की बहन ഭാരതി के साथ विद्यालय जा रहा है, അങ്കുർ അവന്റെ സഹോദരിയോടൊപ്പമാണ് സ്കൂളിലേക്ക് പോകുന്നത്. അങ്കുർ ഓർ ഭാരതി വഹാം പഠേംഗെ, അങ്കുറും ഭാരതിയും അവിടെയാണ് പഠിക്കുന്നത്. യഹാം അങ്കുർ നാം കാ ബാർ ബാർ പ്രयोग किया गया है. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പൊ ഒരു പേര് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞല്ലോ, അങ്കുർ അങ്കുർ അങ്കുർ. അപ്പൊ നമ്മളൊരു ഫ്രണ്ടിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പറയാണ് ഇതെന്റെ ഫ്രണ്ട് ആണ്, ഇവന്റെ പേര് എന്തെങ്കിലും ഒരു പേര് പറഞ്ഞേ. ഓക്കെ, ഫറാൻ എന്ന് പറയാം. അപ്പൊ ഇവന്റെ പേര് ഫറാൻ എന്നാണ്. അപ്പൊ നമ്മൾ വീണ്ടും പറയും ഫറാന്റെ അമ്മ ഇവിടെയാണ്, ഫറാന്റെ അച്ഛന് ഗൾഫിലാണ്. ഇനി ഫറാൻ സ്കൂളിൽ നന്നായിട്ട് പഠിക്കും, ഫറാൻ വരുന്നത് സിസ്റ്ററെ കൂടെയാണ്, ഫറാൻ ഞങ്ങളോടൊപ്പമാണ് എപ്പോഴും കളിക്കാറുള്ളത്. ഇങ്ങനെ നമ്മൾ പറയോ? ഇല്ല. നമ്മൾ ആദ്യം പറയും ഇതെന്റെ ഫ്രണ്ടാണ് കേട്ടോ, ഇവന്റെ വീടില്ലേ, പേര് നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്തും. പിന്നെ നമ്മൾ പറയും ഇവന്റെ വീട് ഇതാ ഇവിടെ അടുത്താണ്. പിന്നെ നമ്മൾ പറയും ഇവന്റെ സഹോദരി, ഇവന്റെ സിസ്റ്റർ കൂടെയാണ് ഇവന് സ്കൂളിലേക്ക് വരുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് കളിക്കുന്നത്. ഇങ്ങനെയല്ലേ നമ്മൾ സംസാരിക്കുക. അപ്പൊ ഇവിടെ അവൻ, ഇവൾ, ഞങ്ങൾ എന്നൊക്കെ പറയേണ്ടതിന് പകരം പേര് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം കാ ബാർ ബാർ പ്രयोग किया है, ഇവിടെ പേര് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇസ്സേ ബാത് സുനനെ മേ അട്പടി ലഗ്തി ഹെ, അത് നമുക്ക് അങ്ങനെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് പേര് തന്നെ പ്രയോഗിച്ചാൽ നമുക്ക് അതെന്താണ്? വല്ലാത്തൊരു അരോചകമായിട്ട് തോന്നും, അല്ലെ? അബ് ഹം ഉപയുക്ത ബാത്തോं के इस प्रकार लिखते हैं. ഇനി നമ്മൾ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത് സർവനാം പ്രയോഗിച്ചിട്ട് നോക്കൂ. അങ്കുർ ഏക് അച്ഛാ ഖിലാഡി ഹെ, നോക്കൂ,
ഉസ്കെ പിതാജി ഏക് ശിക്ഷക് ഹേ. യെസ്, അങ്കൂർ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സെന്റൻസിൽ ഉസ്കെ അവന്റെ എന്നായി. കണ്ടോ? ഇനി ഉസ്കി മാതാജി ഏക് നേഴ്സ് ഹേ. ഉസ്കി മാതാജി വഹ് അപ്നി ബഹൻ ഭാരതി കെ സാത്ത് വിദ്യാലയ ജാ രഹാ ഹേ. അവൻ അവന്റെ സഹോദരിയോടൊപ്പമാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നത്. വേ വഹാ പഠേങ്കെ. അവർ അവിടെയാണ് പഠിക്കുന്നത്. യഹാ അങ്കൂർ വ ഭാരതി നാമോ കെ സാത്ത് പർ ഉസ്കെ, ഉസ്കി, വഹ്, അപ്നി തഥാ വേ ശബ്ദോं का प्रयोग हुआ है. അപ്പൊ ഇവിടെ നമ്മള് അങ്കൂർ, അങ്കൂർ, ഭാരതി എന്നുള്ള പേരിന് പകരമായിട്ട് നമ്മൾ ഒരുപാട് സർവനാമം ഇവിടെ പ്രയോഗിച്ചു. ഏതൊക്കെയാണത്? ഉസ്ക, ഉസ്കെ, ഉസ്കി, അല്ലെ, അപ്പിനി, വേ എന്നൊക്കെയുള്ള, വഹ്, വേ എന്നൊക്കെയുള്ള സർവനാമങ്ങളുടെ പ്രയോഗം വന്നു. അതുകൊണ്ട് നമുക്ക് ഇത് കേൾക്കാനും കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നുണ്ട് അല്ലെ. നേരത്തെ പറഞ്ഞതിൽ ഒരേ പേര് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അപ്പൊ ഇതിനാണ് നമ്മൾ സർവനാമം ഉപയോഗിക്കുന്നത് എന്ന കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സർവനാമങ്ങളാണ് പറയുന്നത്. യഹ്, വഹ്, യേ, വേ, മേ, ഹം, തും, കിസ്ക, കോൻ, തുമാര, ഉസ്ക, ഹമാര, മേര, ഉൻക. അപ്പൊ ഇവിടെ നമുക്ക് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സർവനാമം ഞാൻ നിങ്ങൾക്ക് ഇവിടെ എഴുതി തരാം. പിന്നെ അത് കൂടാതെ ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട സർവനാമങ്ങളാണ് പഠിക്കേണ്ടത്. അതിന്റെ മീനിങ്ങോട് കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മേ, അല്ലെ? ഓക്കെ, മേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നാണല്ലോ അർത്ഥം. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം മക്കളെ. മേ എന്താണ്? ഞാനാണ്. തു, തും, തു, തും, നിങ്ങൾ, ഹം. ആപ്പ്, ആപ്പ് എന്ന് പറഞ്ഞാൽ താങ്കൾ. വഹ്, വഹ് എന്താണ്? അവൻ. വഹ് എന്ന് പറഞ്ഞാൽ അവൻ. യഹ്, യഹ്, ഇവൻ. ഇനി ഇതിന്റെ ഒക്കെ ബഹുവചനവും ഉണ്ട്. നോക്കൂ, വഹ് എന്നതിന്റെ ബഹുവചന രൂപമാണ് വേ എന്ന് പറഞ്ഞാൽ അവൻ എന്നതിന് പകരം അവർ, ഒന്നിലധികം ആളുകളുണ്ട്. ഇനി യേ, യേ എന്ന് വരുമ്പോ ഇവൻ എന്നതിന് പകരം ഇവർ. ഇവിടെ ഇവൻ എന്ന് മാത്രമല്ല കേട്ടോ അർത്ഥം വരുന്നത്. ഇവിടെ അത്, അവൾ എന്നും അർത്ഥം വരും. അതുപോലെ തന്നെയാണ് ഇവിടെ യഹിലും ഇത്, ഇവൾ. ഇതാണ് പ്രധാനപ്പെട്ട 9 സർവനാമങ്ങൾ. അപ്പൊ ഈ 9 സർവനാമങ്ങളും നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെക്കാൻ, നോട്ടിലേക്ക് എഴുതിയെടുക്കണം. ഇതിന്റെ അർത്ഥം പഠിക്കണം. ഇനി ഇത് മാത്രമാണോ? ഇപ്പൊ നമ്മൾ ഒരു പാരഗ്രാഫിൽ നിന്ന് സർവനാമം ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞല്ലോ. നോക്കൂ, ഉസ്കെ, അല്ലെ? ഇവിടെ വന്ന സർവനാമങ്ങൾ നോക്കൂ. ഉസ്കെ, ഉസ്കി, വഹ്, അപ്നി, വേ എന്നൊക്കെ ഉള്ളതാണ്. ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത്? പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട പഠിക്കുന്നതിൽ അത് ഉസ്ക എന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരുപാട് സർവനാമില് നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്ക എന്നതിലുള്ള സർവനാമം ഏതാണ്? അപ്പൊ ഈ നമ്മളിപ്പോ പഠിക്കുന്ന സർവനാമിനോടൊപ്പം പ്രത്യയങ്ങൾ ചേരുമ്പോൾ മാറ്റം വരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് എപ്പോഴും ഞാൻ എന്ന് തന്നെയാണോ നമ്മൾ പറയാ? ഇപ്പൊ അമ്മ ഞാൻ പുറത്തു പോകാണ് കേട്ടോ, അവിടെ നമ്മൾ ഞാൻ എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്ക് വിശക്കുന്നു, അവിടെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്ന ആളെ തന്നെ കുറിച്ചാണ് പറയുന്നത്, എനിക്ക് വിശക്കുന്നു എന്നും. പക്ഷെ അവിടെ ഞാനല്ല, മറിച്ച് അവിടെ എന്താ നമ്മൾ പറയുന്നത്? എനിക്ക് എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഹിന്ദിയിൽ മേ എന്നത് എന്തായി മാറുന്നു? എനിക്കാവുമ്പോ മുझे എന്താന്നു? മുझे, മുझे ഭൂഖ് ലഗി ഹെ.
എനിക്ക് വിശക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട് അടുത്താണ്, എൻ്റെ വീട് അടുത്താണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? അപ്പൊ അവിടെ എൻ്റെ എന്ന് പറയുമ്പോൾ മേരാ എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രത്യയങ്ങൾ, എന്താണ് വിഭക്തി പ്രത്യയങ്ങൾ, അതിൽ എങ്ങനെയാണ് സർവനാമവും പ്രത്യയവും കൂടി ചേരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ആയിരിക്കും. അപ്പൊ അതിനു മുൻപ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് സർവനാമവും അതിന്റെ അർത്ഥവുമാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിഭക്തി പ്രത്യയം സർവനാമം ഡിസ്കസ് ചെയ്യുന്നു. അതിനോടൊപ്പം ഇത് രണ്ടും ചേരുമ്പോഴുള്ള മാറ്റങ്ങളുമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.